വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. കൈയൊക്കെ മരവിച്ച് ഐസ് ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് വിൻ്ററിലൊരു ഗെറ്റ് റെഡി വിത്ത് മീ ടു ദ ഓഫീസ്. അപ്പോൾ നമ്മൾ ആദ്യം ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ചേഞ്ച് ചെയ്യാൻ പോകുന്ന സമയത്ത് ഞാനും പറയുന്നത് ഞാൻ ഫസ്റ്റ് തെർമൽസ് യൂസ് ചെയ്തിട്ട് തെർമൽസ് ഇട്ടതിന് ശേഷം ബാക്കി നമ്മുടെ ഡ്രസ്സ് പരിചയപ്പെടാം. അപ്പോൾ പരിചയപ്പെടണമെന്നില്ല, നമ്മൾ നോർമൽ ഞാൻ കുർത്തീസാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ കുർത്തീസിൻ്റെ ഇപ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പ് കൈ മരവിച്ച് പോയി. അതുകൊണ്ട് എന്തായാലും ആദ്യം തെർമൽസ് ഇടട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി ഡ്രസ്സ് ചെയ്താന്ന് കാണാം. അപ്പോൾ തെർമൽസൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ ഇടാൻ പോകുന്ന ഡ്രസ്സ്. ഇതിട്ട് നിങ്ങൾ വിചാരിക്കും ഞാൻ വേറെ രൂപത്തിലാണ് പോകുന്നതെന്ന്. പക്ഷെ നമുക്കിവിടെ ഇതേ പറ്റത്തുള്ളൂ. നമുക്ക് ഇങ്ങനെ പോകണം അങ്ങനെ പോകണം എന്ന് വിചാരിച്ചിട്ട് നടക്കുന്നില്ല കാര്യം. ഇപ്പോൾ തണുപ്പായത് കാരണം. ഇനിയിപ്പോൾ ഞാൻ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പോകുമ്പോൾ എന്തായാലും ഒരു ഓവർകോട്ട് ഇടും. അതിൻ്റെ കൂട്ടത്തിൽ അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വൈറ്റ് കോട്ട് ഇടും. യെസ്, ഗെറ്റ് റെഡി വിത്ത് മീ. ഇപ്പം ഞാൻ കാണിച്ചിട്ടില്ല. അയ്യോ, ഡോറൊക്കെ തന്നെ തുറന്ന് പോകുന്നുണ്ട്. നോർമൽ കുർത്തിയാണ് ഇത്. അച്ഛൻ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. കെട്ടാനൊക്കെ ഉണ്ടല്ലോ. ആൻഡ് ദിസ് ഈസ് ദ പാൻറ്. ഇപ്പം അയൺ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇപ്പം തന്നെ ഇട്ടാൽ നല്ല സുഖം ഉണ്ടായിരിക്കും. ഇനി മോയ്സ്ചറൈസർ പുതിയ മൂക്കുത്തി മേടിച്ചു. കൊള്ളാവോ ഗൈസ്? ഫുൾ അങ്ങോട്ടാണ്ട് സ്വസ്തിക വെച്ച് നടക്കാമെന്ന് വിചാരിച്ചു. ഇനി നമ്മുടെ മോയ്സ്ചറൈസർ ഐസും കെട്ടായിട്ടുണ്ട്. ഈ കാക്ക എന്നാൽ ഇവിടെ വന്നിരുന്ന് കരയുന്നത്. ഇനി നമ്മുടെ സ്വന്തം ലിപ് ബാം. എൻ്റെ ലിപ് ബാം അങ്ങനത്തെ ഇനി കുറച്ച് മോയ്സ്ചറൈസർ ഇടണം. ശരിക്കും മോയ്സ്ചറൈസർ ആദ്യം ഇടണേന്നു, പക്ഷെ എനിക്ക് തണുപ്പുള്ളത് കാരണം മോയ്സ്ചറൈസർ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാൻ തോന്നുന്നില്ല. ഐസ് കട്ടയാ. കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആട്ടോ. ഹായ്, നല്ല സ്മെല്ലാണ്. നോ സ്മെൽ. കാലിലിരുന്നെങ്കിൽ ഇനി സോക്സൊക്കെ അയച്ച് സെറ്റാക്കണ്ടേ. പോണ സമയത്ത് ഇടാന്ന് വിചാരിക്കണം. ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ? മുടി ഒന്ന് കെട്ടി സെറ്റാക്കാന്ന് വിചാരിക്കുന്നു. കെട്ടാൻ മാത്രമൊന്നും ഇല്ലാത്തത് കാരണം നോ ഇഷ്യൂ. നമ്മൾ ഉറങ്ങിയോടത്ത് എണീറ്റ് പോവാന്ന് ആരും തോന്നരുത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ ഐലൈനർ, ഞാൻ ഇത് നോക്കി ഐലൈനർ എഴുതി ശരിയാവത്തില്ല. അതുകൊണ്ട് ഐലൈനർ എഴുതിയിട്ട് വരാം കേട്ടോ. കണ്ണൊക്കെ എഴുതി. ഇനി നമ്മൾ കുറച്ച് ലിപ്സ്റ്റിക് ഇടാം. ഇനി ഒരു പൊട്ടും കൂടി ഇട്ടാൽ നമ്മളുടെ ഗെറ്റ് റെഡി വിത്ത് മീ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. യെസ് ഗൈസ്, എങ്ങനെയുണ്ട് സ്വെറ്റർ പുറത്ത്? ഇപ്പം മറ്റേ വൃത്തികൾ അങ്ങനെ അറിയുന്നില്ലല്ലോ ഉള്ളിൽ ഞാൻ വേറെ ഇട്ടെന്ന്. എങ്ങനെയുണ്ട് ഗൈസ്? ഇപ്പം എന്തിനാ ഈ ഡ്രസ്സ് ഇട്ടത്? ബോലോ
യാ ഇനി സോക്സ് ഇട്ടിട്ടുണ്ട്, ഇനി ഷൂവും കൂടി ഇടുന്നു. ഷൂ ഇട്ടു, ഇനി എൻ്റെ ബാഗ് എടുത്ത് ഞാൻ പോകും. സോ ദിസ് വാസ് എ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ. സോ ഞാൻ റെഡിയായി, നിങ്ങൾ റെഡിയായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ശരി, വേറൊരു വീഡിയോ ആയിട്ട് കാണാം. വേറെ വീഡിയോ ഇടാൻ കണ്ടന്റ് ഇല്ലാത്തത് കാരണമാണ് ഞാൻ ഇത്രയും കഞ്ഞി വീഡിയോ ഇട്ടത്. ക്ഷമിക്കൂ ഗൈസ്. വാച്ചില്ലാത്ത കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഈ തണുപ്പത്ത് ഇങ്ങനെ കിട്ടുന്നു. ഓ മൈ ഗോഡ്, അങ്ങോട്ട് കയറി വച്ചേ. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കോമെൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലാന്ന്, കാരണം കുറേ കാലത്തിന് ശേഷം എടുത്തത് കാരണം നല്ലൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ പഴയ വീഡിയോസൊക്കെ ഇരുന്ന് കണ്ടു, അപ്പോഴാണ് എനിക്ക് കുറേ കാര്യങ്ങൾ കത്തിയത് ഗൈസ്. അപ്പോൾ ശരി, ഓക്കെ, ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.